സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇതുവഴി നിറവറ വരുന്നതാണ് നമ്മുടെ കാട്ടുനട ദേവി ക്ഷേത്രം. ഇതിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ നിറവറയുണ്ട്. അപ്പം ഞങ്ങൾ ഈ പരിസരം എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടെ മഴ പെയ്തു. ആ മഴയിൽ നമ്മൾ നനയുകയാണ്. അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ് കേട്ടോ. ദേവി തെക്കൻ വാക്കിന് എഴുന്നള്ളുമ്പം ഇവിടെ അത്രയ്ക്ക് പവറുള്ള ഏരിയ എന്നാണ് പറയുന്നത്. തെക്കൻ വാക്കെന്ന് പറയുമ്പോൾ എഴുതുമ്പം മഴ പെയ്യുന്ന ശാസ്ത്രമുണ്ട്. എന്തായാലും ഇന്ന് മഴ അതിഗംഭീരമായിട്ട് പെയ്തിട്ടുണ്ട്. ഒരു മഴ പെയ്തപ്പോൾ വീടിനടുത്തുള്ള എല്ലാവരും കൂടെ പുറത്തിറങ്ങി മഴ നനയാൻ തുടങ്ങി. എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത്. അപ്പോൾ ഈ മഴ എല്ലാവരും കൂടെ അങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം നമുക്കൊരു ശാസ്ത്രമാണ് കേട്ടോ. എല്ലാ വർഷവും ഈ തെക്കൻ വാക്കിന് ദേവി എഴുന്നള്ളുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും മഴ പെയ്യും കേട്ടോ. കുറച്ച് സമയത്തേ അത് നിൽക്കത്തുള്ളൂ. ഇപ്പോഴും അതുപോലെ നല്ല പോലെ ഒരു മഴ പെയ്തു. അതൊരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തതേയില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ മത്തൻ വാങ്ങാൻ പോവുകയാണ്. മത്തൻ എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ. ഇവിടെ ദേവിയുടെ കൂട്ടത്ത് വരുന്ന തൂക്കക്കാർക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ണിമത്തൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് മേടിക്കാൻ പോവുകയാണ് അല്ലേ. പോയിട്ട് വരാം നമുക്ക്. പിന്നെ എല്ലാവരും പറയും ഹെൽമറ്റ് വയ്ക്കണേ, ഹെൽമറ്റ് ഉണ്ട്, വണ്ടിയിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പോകാൻ നേരത്തെ എടുത്ത് വെക്കും. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ ഹെൽമറ്റ് മാറ്റുന്നത്. മത്തം വാങ്ങാൻ വേണ്ടി അങ്ങനെ വഴിമുക്കിലെത്തി. ഇവിടെ ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് മത്തം വാങ്ങാൻ കിട്ടും. മത്തൻ മേടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മറ്റൊരു ഐഡിയ തോന്നിയത്. മത്തൻ മാത്രം കൊടുത്താൽ എങ്ങനെയാ, നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലോ എന്ന് തോന്നി. അങ്ങനെ മത്തനും വാങ്ങി പിന്നെ നേരെ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് പൈനാപ്പിളും ഗ്രേപ്സും കൂടെ വാങ്ങാമെന്ന് കരുതി. ആദ്യം നമ്മൾ തണ്ണിമത്തൻ മാത്രം കൊടുക്കാനായിട്ട് പരിപാടി കേട്ടോ. പക്ഷേ നമ്മളൊരു വെറൈറ്റി നമ്മളെ കൊണ്ട് എങ്ങനെയാ നമ്മുടെ മനസ്സത് ഒതുങ്ങുന്നില്ല. അത് മാത്രമായിട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ വേറെ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇതിൽ വേറെ ഒന്നും ചേർക്കത്തില്ല, ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. തണ്ണിമത്തനും ഗ്രേപ്സും പൈനാപ്പിളും മാത്രം ഒരു മിക്സാണ്. അപ്പോൾ ഇനി ഇത് അടുത്ത മിക്സിങ് പരിപാടിയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. എടുത്തു കഴിക്കാൻ പാടായതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റിക്കും കൂടെ മേടിച്ചു വെച്ചു. അപ്പോൾ കയ്യിലാകാതെ അവർക്ക് എടുത്തു കഴിക്കാൻ എളുപ്പമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ദേവി വരാനുള്ള സമയമായി. ഇനി നമ്മളെല്ലാം റോഡിൽ കൊണ്ട് ഇങ്ങനെ നിരത്തി വെക്കാൻ പോവുകയാണ്. ഇവിടെ ദേവി എത്തിയപ്പോൾ രാത്രി 10:30 ദേവിയോടൊപ്പം ഇതുപോലെ ഒരുപാട് തൂക്കക്കാർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്.